നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. CPIM നേതാവും മുൻ MLAയുമായ ബാബു എം പാലിശ്ശേരി അതീവ ഗുരുതരാവസ്ഥയിൽ. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസം മുൻപാണ് കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഏറെ നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലുമായിരുന്നു. പാർക്കിൻസൺസ് ബാധിതനായിരുന്ന അദ്ദേഹം പിന്നീട് ചെറിയ കോമ സ്റ്റേജിലേക്ക് മാറുകയും വീട്ടിൽ തുടരുകയുമായിരുന്നു. ഇതിനിടെയാണ് രോഗം മൂർച്ഛിച്ചത്. 10 വർഷം നിയമസഭയിൽ കുന്നംകുളത്തെ പ്രതിനിധീകരിച്ചിരുന്നു. രോഗബാധിതനായതിനെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നുവെങ്കിലും സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സന്ദർശിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. കടങ്ങോട് സ്വാമിപ്പടി കൈതോറക്കുളം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കുളം സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സ്വാമിപ്പടി പാടശേഖരത്തോട് ചേർന്നാണ് കൈതോറക്കുളമുള്ളത്. ഏകദേശം 1/2 ഏക്കറോളം വിസ്തൃതിയുള്ള പഞ്ചായത്തുകുളം പുല്ലും പാഴ്മരങ്ങളും വളർന്ന് കാടുപിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. കാർഷിക ജലസേചനത്തോടൊപ്പം പ്രദേശവാസികൾ കുളിക്കുവാനും തുണിയലക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളം 15 വർഷത്തിലധികമായി ഉപയോഗശൂന്യമാണ്. കുളം നവീകരണമെന്ന മാറി മാറി ഭരിച്ച ത്രിതല പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കോൺഗ്രസും CPM-ഉം BJP-യും വാർഡ് മാറി മാറി ഭരിച്ചെങ്കിലും കുളത്തിന്റെ പുനരുദ്ധാരണം നടത്താൻ വിമുഖത കാണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൈതോറ കടങ്ങോട് 4-ാം വാർഡിലൊരു കൈതോറ എന്നുള്ള കുളത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. പ്രാദേശികവാസികൾക്കും ഗ്രാമീണ ആളുകൾക്കൊക്കെ ഈ കൈതോറ കുളം ഭയങ്കര ആയിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ ഒരു 10-17 കൊല്ലമായിട്ട് ഇതിനോട് ഒരു പഞ്ചായത്തും ഒരു ഗവൺമെൻറ്റും ഒരു അനുകൂലങ്ങളും കിട്ടാതെ വളരെയധികം മോശമായ അവസ്ഥയിലാണ് ഈ കുളം ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും മാർക്സിസ്റ്റിൻ്റെ ഭരണകാലത്തും ഇപ്പോൾ BJP-യുടെ ഭരണകാലത്തും ഈ വാർഡിൽ 3 ഭരണകക്ഷികളും മാറി മാറി ഭരിച്ചിട്ടും അവരുടെ അടുത്ത് പോയിട്ട് കണ്ടിട്ടടക്കം നമ്മൾക്ക് ഈ കുളത്തിനൊരു അനുകൂലം പോലും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ഈ പ്രാദേശികവാസികളെ ആരെ പോയി കാണണം എന്നുള്ളൊരു കാര്യമാണ്. പുല്ലുമൂടി പറമ്പുപോലെ കിടക്കുന്ന കുളം അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കുളത്തിൽ വീണ പോത്ത് പുല്ലിനുള്ളിൽ കുടുങ്ങി കരകയറാൻ കഴിയാതെ ചത്തിരുന്നു. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിനാൽ അതിന് സാധിച്ചില്ല. കുളം നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഗ്രാമസഭയിലും പഞ്ചായത്തിലും നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പക്ഷേ 10-15 വർഷമായിട്ട് ഈ കുളം നവീകരിക്കാനോ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ത്രിതല പഞ്ചായത്തിൽ നിന്നോ മറ്റ് സർക്കാർ മേഖലകളിൽ നിന്നോ 1 രൂപ പോലും ഫണ്ട് കിട്ടാതെ ഇന്ന് ഈ കുളം ഇത് കുളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മിക്കവാറും എല്ലാ പ്രതിനിധികളെ കാണുകയും ഇതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായമോ ഈ കുളം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പഞ്ചായത്തിലെ ഒട്ടനവധി കുളങ്ങൾ ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണകാലം അവസാനിക്കുന്നതിനു മുമ്പ് കുളത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് KPCC സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ബുധനാഴ്ച ഗുരുവായൂരിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ജാഥയാണ് ഗുരുവായൂരിലെത്തുന്നത്. വൈകിട്ട് 3-ന് പടിഞ്ഞാറേ നടയിൽ ചേരുന്ന സ്വീകരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിക്കും. KPCC സെക്രട്ടറി KB ശശികുമാർ, DCC സെക്രട്ടറി KD വീരമണി, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ കായികമേള LP വിഭാഗം 1-ാം സ്ഥാനം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ കരസ്ഥമാക്കി. KR ദിൽഷാൻ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. സ്കൂളിൽ സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനം എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ MM ഗിരീഷ്, പ്രധാന അധ്യാപിക KA സുജിനി എന്നിവർ സംസാരിച്ചു.
ചരമം കടപ്പുറം ഗവൺമെന്റ് സ്കൂളിന് സമീപം പരേതനായ നൂൽപ്പാടത്ത് സെയ്തു ഭാര്യ പാത്തുമു നിര്യാതയായി 80 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അഞ്ചങ്ങാടി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. സെക്കീന, സുഹറ, ആബിദ, റഹിയാനത്ത്, സാബിറ, ജലാൽ, ഷിഹാബ്, സാബിർ എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം ചെറായി കെട്ടുങ്ങൽ റോഡ് കുലവത്ര അമ്മിണി നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് പരൂർ നിദ്രാലയത്തിൽ നടത്തും. ഭരതൻ ഭർത്താവും ജയപ്രകാശ്, രാജേഷ്, വിനീഷ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.